Hello friends, welcome to my channel. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കിണ്ണത്തപ്പമാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നാളികേരപ്പാലും അരിപ്പൊടിയും വെച്ചിട്ട്. ഇന്ന് നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് ചോറ് വെച്ചിട്ടാണ് ട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പം റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 1 കപ്പ് 240 ml ന്റെ 1 കപ്പ് മുഴുവനായിട്ടും ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഏത് അരിയുടെ ചോറായാലും കുഴപ്പമൊന്നുമില്ല ട്ടോ. ചോറ് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് ഏലക്കായുടെ കുരുവാണ്. ഏലക്കായുടെ ഒരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ 2 ഏലക്കായുടെ കുരു ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരമുറി നാളികേരം ചിരകിയതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അടിച്ച് പിഴിഞ്ഞെടുത്തിട്ടുള്ള നാളികേരപ്പാലാണിത്. ഇനി നമുക്ക് ചോറിൻ്റെ ബാറ്റർ നല്ലതുപോലെ നല്ല തരിയൊന്നുമില്ലാതെ അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചോറിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. തരിയൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതോടെ മാറ്റി വെച്ചിട്ട് ഒരു സോസ് പാൻ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. 200 ഗ്രാം ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇനി അതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള ചോറിൻ്റെ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ ശർക്കരപ്പാനിയിൽ നന്നായിട്ട് ചോറിൻ്റെ മിക്സ് യോജിക്കുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കണം. അതിനുശേഷം തീ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇത് കുക്ക് ചെയ്യേണ്ടത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ചോറും അതുപോലെ നാളികേരപ്പാലൊക്കെ ആയതുകൊണ്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ താഴെ അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ട് തിക്കായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിവാകുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഹൽവ ഉണ്ടാക്കുന്ന അതേ ഒരു രീതി തന്നെയാണ് ഈ ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കാനും. ഇപ്പോൾ നമ്മുടെ മിക്സ് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരിവായിട്ടുണ്ട്. ചെറുതായി വിട്ട് വന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് കാഷ്നട്ട് ചെറുതായി ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഈ കാഷ്നട്ടിന് പകരം നമുക്ക് കടലപ്പരിപ്പ് 2-3 മണിക്കൂർ ഒന്ന് കുതിർത്തിട്ട് അത് വെള്ളം വാർത്തിട്ട് കൊടുത്താലും മതി കേട്ടോ. അതിനുശേഷം നന്നായി ഇളക്കി കൊടുത്ത് അതായത് പോലെ ഇങ്ങനെ ഈ ഒരു ടെക്സ്ചർ ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ എണ്ണ തടവിയതിന് ശേഷം എണ്ണയോ നെയ്യോ തടവിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ എണ്ണ തടവുന്നത് ഇത് തണുത്തതിന് ശേഷം എളുപ്പത്തിന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇനി നമ്മുടെ മിക്സ് ഇതാ നന്നായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരിവായിട്ടുണ്ടായിരുന്നു. ഇനി അത് ഞാൻ ഈ കിണ്ണത്തിലോട്ട് ഗ്രീസ് ചെയ്തിട്ടുള്ള കിണ്ണത്തിലോട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് ആ ഒരു കയ്യിലിൻ്റെ ബാക്ക് ഭാഗം വെച്ച് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് വയ്ക്കാം. നന്നായി തണുത്തതിന് ശേഷം വേണം ഇത് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടി പിടിക്കുന്നൊന്നുമില്ല. നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡൊക്കെ ഒരു കത്തി വെച്ച് വരഞ്ഞു കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ആ ഒരു കറുത്ത ഹൽവയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കിണ്ണത്തപ്പത്തിനും. നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പമാണ്. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ ജാഗരൂൺ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.